എല്ലാവർക്കും നമസ്കാരം. ഡിപ്ലോമ എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ഏപ്രിൽ 2020 എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 പാർട്ട് സി യൂണിറ്റ് 2 ഏപ്രിൽ 2020 ഡിപ്ലോമ എക്സാമിനേഷൻ്റെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 എന്ന പേപ്പറിൽ പാർട്ട് സിയിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, പാർട്ട് സിയിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നും 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഒന്നുകിൽ 5 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ 7-8 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനായിട്ടായിരിക്കാം ഈ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നേരിട്ട് prove that cos 55 degree plus cos 65 degree plus cos 175 degree equal to 0. നമുക്കറിയാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ടാണ് cos c plus cos d equal to 2 cos c plus d by 2 cos c minus d by 2. ഈ ഫോർമുല നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു cos 55 ഡിഗ്രി പ്ലസ് cos 65 ഡിഗ്രി പ്ലസ് cos 175 ഡിഗ്രി. ആദ്യത്തെ 2 ടേംസ് മാത്രം പരിഗണിക്കുകയാണെങ്കിൽ c ഈക്വൽ ടു 55 ഡിഗ്രി ആൻഡ് d ഈക്വൽ ടു 65 ഡിഗ്രി. ദെൻ ഈക്വൽ ടു 2 ഇൻറ്റു cos 55 ഡിഗ്രി പ്ലസ് 65 ഡിഗ്രി ബൈ 2 ഇൻറ്റു cos 55 ഡിഗ്രി മൈനസ് 65 ഡിഗ്രി ബൈ 2 പ്ലസ് cos 175 ഡിഗ്രി ഈക്വൽ ടു 2 ഇൻറ്റു cos, നമുക്കറിയാം 55 പ്ലസ് 65 ഡിഗ്രി 120 ബൈ 2 60 ഡിഗ്രി. സിമിലർലി 55 ഡിഗ്രി മൈനസ് 65 ഡിഗ്രി മീൻസ് മൈനസ് 10 ഡിഗ്രി ബൈ 2 മൈനസ് 5 ഡിഗ്രി പ്ലസ് cos 175 ഡിഗ്രി. നമുക്കറിയാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു റിസൾട്ടാണ് cos minus theta equal to cos theta. Then we can write cos minus 5 degree equal to cos 5 degree. Then equal to 2 into cos 60 degree into cos 5 degree plus cos 175. നമുക്കറിയാം cos 60 degree equal to 1 by 2. Substituting those value, 2 into 1 by 2 into cos 5 degree plus cos 175 degree. നമുക്ക് 2 ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ cos 5 ഡിഗ്രി പ്ലസ് cos 175 ഡിഗ്രി. നമുക്കറിയാം 175 എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 180 ഡിഗ്രി മൈനസ് 5 ഡിഗ്രി എന്ന് എഴുതാം. 180 എന്ന് പറയുന്നത് 2 ഇൻറ്റു 90 ആണ്. അതായത് 90യുടെ ഈവൻ മൾട്ടിപ്പിൾ ആണ്. 90യുടെ ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ cos 175 ഡിഗ്രി എന്നതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് cos 5 ഡിഗ്രി തന്നെയായിരിക്കും. കാരണം 90യുടെ ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഫംഗ്ഷന് യാതൊരു ഡിഫറൻസും വരുന്നില്ല. പക്ഷേ 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ കോ ഫംഗ്ഷൻ ആയിരിക്കും ന്യൂമറിക്കൽ വാല്യൂയിൽ വരുന്നത്. ഇവിടെ 180 ഈക്വൽ ടു 2 ഇൻറ്റു 90 ആയതുകൊണ്ട് cos 175 ഡിഗ്രിയെ നമുക്ക് cos 5 ഡിഗ്രി എന്ന് എഴുതാം. രണ്ടാമത് ഓർക്കേണ്ട കാര്യം ഇനി അതിൻ്റെ സൈൻ എന്താണെന്നുള്ളതാണ്. 175 ഡിഗ്രി എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കൊസൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതുകൊണ്ട് cos 175 ഡിഗ്രി ഈക്വൽ ടു മൈനസ് cos 5 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് cos 5 ഡിഗ്രി മൈനസ് cos 5 ഡിഗ്രി ഈക്വൽ ടു 0. ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് cos c പ്ലസ് cos d ഈക്വൽ ടു 2 ഇൻറ്റു cos c പ്ലസ് d ബൈ 2 cos c മൈനസ് d ബൈ 2. രണ്ടാമത്തെ കാര്യം, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ന്യൂമറിക്കൽ വാല്യൂസ് കണ്ടുപിടിക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടി 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ കോ ഫംഗ്ഷൻ ആയിരിക്കും ന്യൂമറിക്കൽ വാല്യൂവിൽ വരുന്നത്. ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ യാതൊരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്.
Next problem. Prove that 2 into BC cos A plus CA cos B plus AB cos C equal to A square plus B square plus C square. ഇതിനു വേണ്ടി നമുക്കറിയാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് കൊസൈൻ റൂൾ. ഇൻ എനി ട്രയാങ്കിൾ എ ബി സി എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2bc cos A. Similarly, b square equal to c square plus a square minus 2ca cos b and c square equal to a square plus b square minus 2ab cos c. Now left hand side equal to 2 into bc cos a plus ca cos b plus ab cos c equal to 2 into bc cos a plus 2 into ca cos b plus 2 into ab cos c. തന്നിരിക്കുന്ന കൊസൈൻ റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 ഇൻറ്റു ബി സി കോസയ്ക്ക് പകരം നമുക്ക് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 2 ഇൻറ്റു സി എ കോസ് ബിക്ക് പകരം സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നും 2 എ ബി കോസ് സിക്ക് പകരമായി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. കുറച്ച് ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോവുകയാണെങ്കിൽ അവസാനം നമുക്ക് കിട്ടുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. നോട്ട് ദി പോയിന്റ്. കൊസൈൻ റൂൾ എന്ന് പറയുകയാണെങ്കിൽ ഇൻ എനി ട്രയാങ്കിൾ എ ബി സി എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2bc കോസ് എ, ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2ca കോസ് ബി, c square equal to a square plus b square minus 2ab cos c. Next problem. Prove that sin 40 degree minus sin 80 degree plus sin 20 degree equal to 0. ഇതിനു വേണ്ടി നമുക്കറിയാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു റിസൾട്ടാണ് sin c minus sin d equal to 2 into cos c plus d by 2 into sin c minus d by 2. ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു sin 40 ഡിഗ്രി മൈനസ് sin 80 ഡിഗ്രി പ്ലസ് sin 20 ഡിഗ്രി. ആദ്യത്തെ രണ്ട് ടേംസ് മാത്രം പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് sin c മൈനസ് sin d എന്ന് പറയുന്ന റിസൾട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഹിയർ c ഈക്വൽ ടു 40 ഡിഗ്രി ആൻഡ് d ഈക്വൽ ടു 80 ഡിഗ്രി. Then LHS equal to 2 into cos 40 degree plus 80 degree by 2 into sin 40 degree minus 80 degree by 2 plus sin 20. നമുക്കറിയാം 40 plus 80 means 120. 120 by 2 60 degree. ഇതുപോലെ 40 minus 80 minus 40 by 2 minus 20. ഇത്രയും സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് 2 ഇൻറ്റു കോസ് 60 ഡിഗ്രി ഇൻറ്റു സൈൻ മൈനസ് 20 ഡിഗ്രി പ്ലസ് സൈൻ 20 ഡിഗ്രി. നമുക്കറിയാവുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് സൈൻ മൈനസ് തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. അതുകൊണ്ട് തന്നെ സൈൻ മൈനസ് 20 ഈക്വൽ ടു മൈനസ് സൈൻ 20 equal to 2 into cos 60 degree into minus sin 20 degree plus sin 20 degree. And we know that value of cos 60 is 1 by 2. Substituting this, but 2 into 1 by 2 into minus sin 20 plus sin 20, which is equal to minus sin 20 degree plus sin 20 degree equal to 0. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് റിസൾട്ട് sin c minus sin d equal to 2 into cos c plus d by 2 into sin c minus d by 2. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് sin മൈനസ് തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. ഹിയർ ഈക്വൽ ടു RHS. നെക്സ്റ്റ് പ്രോബ്ലം. പ്രൂവ് ദാറ്റ് sin 3a by sin a plus cos 3a by cos a equal to 4 into cos 2a.
ഏറ്റവും ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സൈൻ 3a ഡിവൈഡഡ് ബൈ സൈൻ എ പ്ലസ് കോസ് 3a ഡിവൈഡഡ് ബൈ കോസ് എ. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ സൈൻ 3a കോസ് എ പ്ലസ് കോസ് 3a സൈൻ എ ഡിവൈഡഡ് ബൈ സൈൻ എ കോസ് എ. നമുക്കറിയാം സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്ന് പറയുന്ന ഫോർമുല ഈക്വൽ ടു സൈൻ എ പ്ലസ് ബി ആണ്. ഇവിടെ എക്ക് പകരം 3aയും ബിക്ക് പകരം എയും വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ സൈൻ 3a കോസ് എ പ്ലസ് കോസ് 3a സൈൻ എ ഈക്വൽ ടു നമുക്ക് ആ ന്യൂമറേറ്ററിനെ മാത്രം നമുക്ക് സൈൻ എ പ്ലസ് ബി എന്ന് പറയുന്ന ഫോമിലേക്ക് എഴുതാൻ സാധിക്കും. ഹിയർ സൈൻ 3a പ്ലസ് എ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സൈൻ എ കോസ് എ. ഇപ്പോൾ 3a പ്ലസ് എ എന്ന് പറയുകയാണെങ്കിൽ 4a, ദെൻ സൈൻ 4a ഡിവൈഡഡ് ബൈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ 2 ഇൻറ്റു സൈൻ 4a ഡിവൈഡഡ് ബൈ 2 സൈൻ എ കോസ് എ. നമുക്കറിയാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് സൈൻ 2a ഈക്വൽ ടു 2 സൈൻ എ കോസ് എ. നമുക്ക് ഡിനോമിനേറ്ററിനെ നമുക്ക് ആ റിസൾട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന മറ്റൊരു റിസൾട്ടാണ് സൈൻ 2a ഈക്വൽ ടു 2 സൈൻ എ കോസ് എ എങ്കിൽ സൈൻ 4a ഈക്വൽ ടു 2 സൈൻ 2a ഇൻറ്റു കോസ് 2a. ഇപ്പോൾ സൈൻ 2a ഈക്വൽ ടു 2 സൈൻ എ കോസ് എ ആണെങ്കിൽ സൈൻ 4a ഈക്വൽ ടു 2 സൈൻ 2a കോസ് 2a. ഈ രണ്ട് റിസൾട്ടും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 ഇൻറ്റു 2 സൈൻ 2a കോസ് 2a ഡിവൈഡഡ് ബൈ സൈൻ 2a എന്ന് കിട്ടുന്നതാണ്. സൈൻ 2a ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവസാനം 4 ഇൻറ്റു കോസ് 2a എന്ന് ലഭിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു RHS. ഇവിടെ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് സൈൻ 2a ഈക്വൽ ടു 2 സൈൻ എ കോസ് എ. നെക്സ്റ്റ് പ്രോബ്ലം. ഷോ ദാറ്റ് സൈൻ 33 ഡിഗ്രി പ്ലസ് കോസ് 63 ഡിഗ്രി ഈക്വൽ ടു കോസ് 3 ഡിഗ്രി. We have to prove that sin 33 degree plus cos 63 degree equal to cos 3 degree. ഇതിനു വേണ്ടി നമുക്ക് cos 63 degree minus cos 3 degree equal to minus sin 33 degree എന്ന് പ്രൂവ് ചെയ്താൽ മതിയാകും. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് sin c plus sin d equal to 2 sin c plus d by 2 cos c minus d by 2. Sin c minus sin d equal to 2 cos c plus d by 2 sin c minus d by 2. Cos c plus cos d equal to 2 cos c plus d by 2 cos c minus d by 2. Cos c minus cos d equal to minus 2 sin c plus d by 2 sin c minus d by 2. ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും സെയിം ഫംഗ്ഷൻ തമ്മിലുള്ള ഓപ്പറേഷൻസ് ആണ്. അതിൻ്റെ 4 ഫോർമുലയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ രീതിയിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്വസ്റ്റ്യനെ ഇപ്രകാരം മാറ്റി എഴുതിയത്. നൗ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു കോസ് 63 ഡിഗ്രി മൈനസ് കോസ് 3 ഡിഗ്രി, അതായത് കോസ് സി മൈനസ് കോസ് ഡി എന്ന ഫോർമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഹിയർ സി ഈക്വൽ ടു 63 ഡിഗ്രി and d equal to 30 degree, then equal to minus 2 into sin 63 degree plus 3 degree by 2 into sin 63 degree minus 3 degree by 2. നമുക്കറിയാം 63 plus 3 equal to 66 by 2 എന്ന് പറയുമ്പോൾ 33. ഇതുപോലെ 63 minus 3 degree എന്ന് പറയുമ്പോൾ 60 degree by 2 എന്ന് പറയുകയാണെങ്കിൽ 30 ഡിഗ്രി. ഇത്രയും കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ minus 2 into sin 33 degree into sin 30 degree. And we know that the value of sin 30 is 1 by 2. Then equal to minus 2 into sin 33 degree into 1 by 2, which is equal to minus sin 33 degree equal to right hand side.
ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ സെയിം ഫംഗ്ഷൻ ആണെങ്കിലാണ് ഓപ്പറേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് സൈൻ സി പ്ലസ് സൈൻ ഡി, ഇതുപോലെ സൈൻ സി മൈനസ് സൈൻ ഡി, കോസ് സി പ്ലസ് കോസ് ഡി, കോസ് സി മൈനസ് കോസ് ഡി. അല്ലാത്ത ഫോമിലുള്ള ഒരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ ഈ 4 ഫോമുലയിൽ ഏതാണ് സ്യൂട്ടബിൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. നെക്സ്റ്റ് പ്രോബ്ലം. 2 angles of a triangular plot of land are 53 degree 17 minute and 67 degree 9 minute, and the side between them is measured to be 100 meter. How many meters of fencing is required to fence the plot? അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ട്രയാങ്കുലർ പ്ലോട്ട് ഓഫ് ലാൻഡിൻ്റെ 2 ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. 53 degree 17 minute and 67 degree 9 minute. അതുപോലെ തന്നെ ഈ 2 ആംഗിൾസിൻ്റെയും ഇടയിലുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ പെരിമീറ്റർ ആണ്. അതായത് നമുക്ക് 3 സൈഡും കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസിൻ്റെയും സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. നമുക്കിവിടെ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ആംഗിളായ എ കണ്ടുപിടിക്കാൻ വേണ്ടി 180 ഡിഗ്രി മൈനസ് ബി പ്ലസ് സി ഈക്വൽ ടു 1 ഡിഗ്രി മൈനസ് 53 ഡിഗ്രി 17 മിനിറ്റ് പ്ലസ് 67 ഡിഗ്രി 9 മിനിറ്റ് ഈക്വൽ ടു 180 degree minus 120 degree 26 minute equal to 59 degree 34 minute. ഇപ്പോൾ നമുക്ക് 3 ആംഗിൾസും കിട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു സൈഡിൻ്റെ മെഷർമെൻറ്റും തന്നിട്ടുണ്ട് 100 മീറ്റർ. Now we can find the other 2. For this നമുക്കറിയാം സൈൻ റൂൾ. A by sin A equal to B by sin B equal to C by sin C equal to 2R. ഇവിടെ ആദ്യത്തെ 2 ടേംസ് മാത്രം പരിഗണിക്കുകയാണെങ്കിൽ A by sin A equal to B by sin B, അതിൽ നിന്നും നമുക്ക് B equal to A into sin B divided by sin A equal to എയുടെ വാല്യൂ 100, അതുപോലെ ബി എന്ന് പറയുന്ന ആംഗിൾ 53 ഡിഗ്രി 17 മിനിറ്റ്, അതുപോലെ എ എന്ന് പറയുന്ന ആംഗിൾ 59 ഡിഗ്രി 34 മിനിറ്റ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 100 ഇൻറ്റു സൈൻ 53 ഡിഗ്രി 17 മിനിറ്റ് ഡിവൈഡഡ് ബൈ സൈൻ 59 ഡിഗ്രി 34 മിനിറ്റ് ഈക്വൽ ടു 100 ഇൻറ്റു 0.8016 ഡിവൈഡഡ് ബൈ 0.8622. നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ വാല്യൂസ് വളരെ കൃത്യമായി തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു 92.97 മീറ്റർ. ഇനി സൈൻ റൂളിലെ ഒന്നാമത്തെയും മൂന്നാമത്തെയും ടേമുകൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എ ബൈ സൈൻ എ ഈക്വൽ ടു സി ബൈ സൈൻ സി, അതിൽ നിന്നും സി ഈക്വൽ ടു എ ഇൻറ്റു സൈൻ സി ഡിവൈഡഡ് ബൈ സൈൻ എ equal to 100 into sin 67 degree 9 minute divided by sin 59 degree 34 minute, which is equal to 100 into 0.9215 divided by 0.8622 equal to 106.88 meter. ഇപ്പോൾ നമുക്ക് 3 സൈഡുകളും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. Therefore the length of the fencing equal to A plus B plus C equal to 100 meter plus 92.97 meter plus 106.88 meter equal to 299.85 meter. ഈ പ്രോബ്ലത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് സൈൻ റൂൾ. നമുക്കറിയാം ഇൻ എനി ട്രയാങ്കിൾ എ ബി സി A by sin A equal to B by sin B equal to C by sin C equal to 2R.
ഇവിടെ ക്യാപിറ്റൽ എ ബി സി എന്ന് പറയുന്നത് ആ ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസും അതുപോലെ സ്മോൾ എ സ്മോൾ ബി സ്മോൾ സി എന്ന് പറയുന്നത് ഈ ആംഗിൾസിനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകളുമാണ്.